വിലക്കയറ്റത്തിലൂടെ കടന്നുപോകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് കാനഡ ഇപ്പോൾ. അടുത്ത വർഷം വലിയ സാമ്പത്തിക ഭാരമുണ്ടാകുമെന്ന പുതിയ പഠനമാണ് ഇതിന് കാരണം. 2026-ൽ രാജ്യത്തെ ഗ്രോസറി ഇനങ്ങളുടെ വില 4% മുതൽ 6% വരെ വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കാനഡയിലെ വിവിധ സർവകലാശാലകൾ സംയുക്തമായി പുറത്തിറക്കിയ കാനഡാസ് ഫുഡ് പ്രൈസ് റിപ്പോർട്ട് 2026-ലെ പ്രവചനമാണിത്. ഈ വിലക്കയറ്റം കാരണം ഒരു ശരാശരി 4-അംഗ കുടുംബത്തിന് 2026-ൽ ഏകദേശം $1000 അധികമായി ഗ്രോസറി ഇനങ്ങൾക്ക് ചെലവഴിക്കേണ്ടി വരും. ഇതോടെ ഒരു വർഷം ഭക്ഷണത്തിനായി ചെലവഴിക്കുന്ന തുക ഏകദേശം $17,571.79 ഉയരും. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന വർധന പ്രതീക്ഷിക്കുന്ന പ്രവിശ്യകൾ നോക്കാം. ആൽബർട്ട, ന്യൂ ബ്രൺസ്വിക്, നോവസ്കോഷ, ഒന്റാരിയോ, കെബക് തുടങ്ങിയ പ്രദേശങ്ങളെയായിരിക്കും വിലക്കയറ്റം കൂടുതലായി ബാധിക്കുക. ഭക്ഷ്യോൽപാദന കേന്ദ്രങ്ങളിൽ നിന്ന് അകലെയുള്ള പ്രവിശ്യകളിലേക്കുള്ള ഗതാഗത ചെലവ് കൂടുന്നതും വില കൂട്ടിയേക്കാം. പ്രാദേശിക നയങ്ങൾ, ഓരോ പ്രവിശ്യയിലെയും പ്രാദേശിക നികുതികൾ, കാർഷിക നയങ്ങൾ എന്നിവയെല്ലാം വില നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. ഓരോ പ്രവിശ്യയിലെയും വിതരണ ശൃംഖലയുടെ കാര്യക്ഷമതയും മത്സരത്തെ ബാധിക്കുന്നു. ബ്രിട്ടീഷ് കൊളംബിയ, മാനിറ്റോബ പ്രവിശ്യകൾ 2026-ൽ ദേശീയ ശരാശരിക്കും താഴെയായി വിലവർധന രേഖപ്പെടുത്തുമെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. കന്നുകാലികളുടെ എണ്ണത്തിൽ വന്ന കുറവും ഉൽപാദന ചെലവിലെ വർധനയും കാരണം ബീഫ് വില 5% മുതൽ 7% വരെ വർദ്ധിച്ചേക്കാം. വർഷങ്ങളായുള്ള വരൾച്ച കാരണം തീറ്റപ്പുല്ലിന്റെ വില കൂടിയതും പ്രധാന കാരണമാണ്. ബീഫിന്റെ വില വർദ്ധിച്ചതോടെ ചിക്കൻ പോലുള്ള മറ്റ് മാംസങ്ങളുടെ ഡിമാൻഡ് കൂടി. ഉൽപാദനത്തിലെ കുറവും ഈ വിഭാഗങ്ങളിലെ വില കൂട്ടിയേക്കാം. ആഗോളതലത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും അപ്രതീക്ഷിത പ്രകൃതി ദുരന്തങ്ങളും കാർഷിക ഉൽപാദനത്തെയും വിതരണ ശൃംഖലയെയും തടസ്സപ്പെടുത്തുന്നത് വിലക്കയറ്റത്തിന്റെ പ്രധാന കാരണമാണ്. താൽക്കാലിക വിദേശ തൊഴിലാളികളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള സർക്കാർ തീരുമാനങ്ങൾ കാർഷിക മേഖലയിലെ തൊഴിൽ ചെലവ് കൂട്ടും. ഈ അധിക ചെലവുകൾ സ്വാഭാവികമായും ഉപഭോക്താക്കളിലേക്ക് എത്തും. 2025-ന്റെ തുടക്കത്തിൽ അമേരിക്ക കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് താരിഫ് ഏർപ്പെടുത്തിയതും കാനഡ അതിനു മറുപടിയായി കൗണ്ടർ താരിഫ് ഏർപ്പെടുത്തിയതും ഭക്ഷ്യവ്യവസായത്തിൽ വലിയ ചെലവുകളും വില അസ്ഥിരതയും ഉണ്ടാക്കി. താൽക്കാലിക വിദേശ തൊഴിലാളി പ്രോഗ്രാമിലെ മാറ്റങ്ങൾ കാരണം കാർഷിക മേഖലയിൽ തൊഴിലാളികളുടെ എണ്ണം കുറയുന്നത് ഉൽപാദന ചെലവ് കൂട്ടുന്നു. മാംസത്തിനു പുറമെ പച്ചക്കറികൾക്ക് 3% മുതൽ 5% വരെ, റെസ്റ്റോറന്റ് ഭക്ഷണങ്ങൾക്ക് 4% മുതൽ 6% വരെ എന്നിങ്ങനെ വില ഉയരും. പുതിയ റിപ്പോർട്ട് ആശങ്കയുണ്ടാക്കുമ്പോഴും ചില നല്ല സൂചനകളും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ബാങ്ക് ഓഫ് കാനഡ പലിശ നിരക്കുകൾ കുറച്ചാൽ ഭക്ഷ്യവ്യവസായ സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ലോൺ ലഭിക്കുകയും അത് വിതരണ ചെലവ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്തേക്കാം. 2026 ജനുവരിയിൽ നിലവിൽ വരുന്ന കാനഡ ഗ്രോസറി കോഡ് ഓഫ് കണ്ടക്ട് വൻകിട പലചരക്ക് ശൃംഖലകൾക്കും വിതരണക്കാർക്കുമിടയിലെ ബന്ധം നിയന്ത്രിച്ച് വിലസ്ഥിരത കൈവരിക്കാൻ സഹായിച്ചേക്കുമെന്ന പ്രതീക്ഷയാണ് മറ്റൊന്ന്. ന്യൂസ് ഡെസ്ക് MC ന്യൂസ്. MC ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താജാലകം.